ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി കാതോർക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് ഹൃദ്യമായും വ്യക്തമായും സംസാരിക്കുന്ന ദൈവമാണെന്ന് ഇതിനോടകം നമുക്ക് അനുഭവിച്ചറിയുവാൻ അനവധി അവസരങ്ങൾ ദൈവമായ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ പരിപാവനമായിരിക്കുന്ന വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയും ദൈവകൃപയാൽ നമ്മളെ അലങ്കൃതരാക്കുകയും നമ്മുടെ സങ്കടങ്ങളറിഞ്ഞ് ഭാരങ്ങളറിഞ്ഞ് മുന്നോട്ടുള്ള വഴിത്താരകൾ ദൈവമായ കർത്താവ് പറഞ്ഞു തരികയും ചെയ്യുമെന്നുള്ളതിന് വേദപുസ്തകത്തിൽ അനവധി തെളിവുകളുണ്ട്, നമുക്ക് അനുഭവമുണ്ട്. കർത്തൃസന്നിധിയിൽ ഇന്നത്തെയും വചനം നമ്മളെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്ക് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം 90-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. 90-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 90:15. ദൈവം ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒന്നുകൂടെ പറയാം. അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദൈവസന്നിധിയിൽ 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. സങ്കടകരമായിരിക്കുന്നൊരു പശ്ചാത്തലം അവരുടെ പാളയത്തിൽ നേരിട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അഹരോൻ്റെ മരണവേളയിലാണ് മോശ ഈ സങ്കീർത്തനം രചിച്ചതെന്ന് പറയുന്നു. സത്യമായിരിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവസന്നിധിയിൽ ഒരനർത്ഥം, ഒരു ഏകാന്തത, ഒരു ശൂന്യത, ഒരു മരണം, ഒരു വേർപാട് അവരുടെ ജീവിതത്തിൽ നേരിട്ട സന്ദർഭത്തിൽ അവർ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച, കാംക്ഷിച്ച ചില കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനാ വാചകങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്ങി നിൽക്കുന്നത്. അതിലൊരു പ്രാർത്ഥനാ വാചകമാണ്, ദൈവമേ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് വെറുതെ പറയുകയല്ല. അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം. ദൈവത്തോടൊരു കാര്യം ചോദിക്കാൻ ഈ സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അതിന് ചില റീസൺസ് ഇവിടെ വേണമെങ്കിൽ ദൈവമേ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ പ്രാർത്ഥനയുടെ ആക്കം കൂട്ടുന്നത് അങ്ങ് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ, അതിന് തക്കവണ്ണം സന്തോഷിപ്പിക്കും. തക്കവണ്ണം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയെന്ന് വിചാരിച്ചു. നഷ്ടപരിഹാരം കൊടുക്കുന്നത് അതിന് തക്കവണ്ണമാണ്. ഏതിന് തക്കവണ്ണം? നഷ്ടപ്പെട്ടതിന് തക്കവണ്ണം. ഇൻഷുറൻസുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം. ഇൻഷുറൻസ്, ഒരപകടമുണ്ടായി ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. ഇൻഷുറൻസ് കമ്പനിക്കാരോട് ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻഷുറൻസ് കമ്പനിക്കാർ ഒരുപക്ഷെ അവരുടെ ക്ലെയിം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവരൊരുപാട് കാര്യങ്ങൾ കണ്ടെത്തും. പക്ഷെ തിരിച്ചൊരു വാദം കോടതിയിൽ നടക്കുകയാണെങ്കിൽ മരണപ്പെട്ടയാൾ, അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന ആളുകൾ, അദ്ദേഹം ജീവിച്ചിരുന്നാൽ സമൂഹത്തിന് മറ്റുള്ളവർക്ക് എന്ത് ഗുണമുണ്ടാകും, ഈ വക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ട തുകയുടെ അല്ലെങ്കിൽ കോമ്പൻസേഷൻ്റെ വലിപ്പം കൂടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തക്കവണ്ണമാണ്. രണ്ടുപേർ ഒരുമിച്ച് മരിച്ചാൽ ചിലപ്പോൾ രണ്ടുപേർക്ക് ഒരുപോലെ ആയിരിക്കുകയില്ല. ആ നിലവാരത്തിൽ ഈ വാക്യത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കണം, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ ക്ലേശിച്ച ദിവസങ്ങൾ, നമ്മൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ, അതിന് തക്കവണ്ണം സന്തോഷിപ്പിക്കണം. അപ്പം ആദ്യം ഞാനൊരു കാര്യം ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം കൂടി ഓർത്തത് എന്തിനെന്ന് പറയാം.
അധികം ക്ലേശിച്ചവരുണ്ടെങ്കിൽ, അധികം അനർത്ഥം അനുഭവിച്ചവരുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ നാളായി, സംവത്സരങ്ങൾ എന്ന് ബഹുവചനമല്ലേ, ഒരു 5-8 കൊല്ലമായിട്ട് അനർത്ഥം എന്ന് പറയുന്ന വാക്കിന് എന്തൊക്കെ അവിടെ വ്യാഖ്യാനം ചേർക്കാമെന്ന് എനിക്കറിയില്ല. നഷ്ടങ്ങളാണ്, കണ്ണുനീരാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ദൈവം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും. ദൈവം ചിലപ്പോൾ മറഞ്ഞിരിക്കും. ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കർത്താവ് മറഞ്ഞിരിക്കും, ഒന്നും മിണ്ടിയല്ല, ഉത്തരം പറയുകയല്ല. ഇതൊക്കെ പലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ക്ലേശം, പല വിധത്തിൽ ആ ക്ലേശങ്ങൾ നേരിടും, അതിന് തക്കവണ്ണം. അപ്പം ഞാൻ ഇന്നിങ്ങനെ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ക്ലേശിച്ചു. അടുത്തത് ആരാണ് ക്ലേശിച്ചത്? ദൈവത്തിന് പ്രിയമുള്ള, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, ദൈവിക കുടുംബത്തിൽ അംഗമായിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന അങ്ങനെ ഒരാളാണ് ക്ലേശിച്ചതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സന്തോഷം അതിന് തക്കവണ്ണമായിരിക്കും. അതുകൊണ്ടാണ് തക്കവണ്ണം എന്ന വാക്ക്. നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായി, 5 കൊല്ലമായി, 4 കൊല്ലമായി അനർത്ഥം എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അപകടം എന്നല്ല. ഒരു നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ചതിന് തക്കവണ്ണം മറുപടി കിട്ടുന്നില്ല. ഓടിയതിന് തക്കവണ്ണം, അധ്വാനിച്ചതിന് തക്കവണ്ണം പ്രതിഫലം കിട്ടുന്നില്ല. കഷ്ടപ്പെട്ടതിന് തക്കവണ്ണം കാര്യം നടക്കുന്നില്ല. ഉപവാസം എടുത്തത് എത്ര പ്രാവശ്യം നോക്കേ, അതിന് തക്കവണ്ണം ഒന്നും മറുപടി കിട്ടിയിട്ടില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത് നീ സഹിച്ചതിന് തക്കവണ്ണമാ, നീ ക്ലേശിച്ചതിന് തക്കവണ്ണമാ, നിന്നെ പീഡിപ്പിച്ചതിന് തക്കവണ്ണമാ, നിന്റെ കണ്ണുനീരിന് തക്കവണ്ണമാ, നിന്റെ കഷ്ടതയ്ക്ക് തക്കവണ്ണമാ. ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗത്തിൽ നിന്ന് കിട്ടാനിരിക്കുന്നത് ആ സന്തോഷം എത്രത്തോളം നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിച്ചോ, എത്രത്തോളം നിങ്ങൾ ക്ലേശം അനുഭവിച്ചോ, എത്രത്തോളം കരഞ്ഞിട്ടും മറുപടി കിട്ടാത്ത സ്ഥിതി ഉണ്ടായോ, അതിന് തക്കവണ്ണമാണ് സ്വർഗം ചെയ്യാൻ പോകുന്നത്, ദൈവം ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം എത്രത്തോളം ക്ലേശിക്കുകയും കഷ്ടപ്പെടുകയും നിന്ദിക്കപ്പെടുകയും തള്ളപ്പെടുകയും അകാരണമായി നൊമ്പരപ്പെടുകയും ചെയ്തിട്ടുണ്ടോ, അതിന് തക്കവണ്ണം ദൈവം നമ്മളെ കരുതാതിരിക്കുമോ? കിട്ടുമ്പോൾ, ഇച്ചിരി താമസിച്ചാലും കിട്ടുമ്പോൾ അതിന് തക്കവണ്ണമാണ്. ഞാൻ പരിചിതമാണെങ്കിലും നിങ്ങളോട് പറയാം, എലിസബത്ത് സക്കറിയാവ് ദമ്പതികൾ രണ്ടുപേരും നീതിയുള്ളവരാണ്, രണ്ടുപേരും ഭക്തിയുള്ളവരാണ്, രണ്ടുപേരും ദൈവിക ശുശ്രൂഷയുടെ പങ്കാളികളാണ്. അവരൊത്തിരി നിന്ദിക്കപ്പെട്ടു, അവരൊത്തിരി ക്ലേശിച്ചു. പക്ഷെ ദൈവം അവർക്ക് ക്ലേശിച്ചതിനും കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനും തക്കവണ്ണമാണ് ഒരു മകനെ കൊടുത്തത്. യോഹന്നാൻ സ്നാപകൻ ചുമ്മാ ഒരു മോനെ കൊടുക്കുമല്ലായിരുന്നു, കൊടുത്തപ്പോൾ എത്രത്തോളം കരഞ്ഞോ, എത്രത്തോളം നിലവിളിച്ചോ അതിന് തക്കവണ്ണമാണ് കൊടുത്തത്. പഴയ നിയമത്തിൽ ഹന്നയ്ക്ക് കിട്ടിയതോ, ഹന്നയും ഇതുപോലെ തന്നെയല്ലായിരുന്നു. ഒത്തിരി പ്രതിയോഗി നിമിത്തം കഷ്ടവും പ്രയാസവും ക്ലേശവും സഹിച്ചില്ലേ? എത്രത്തോളം കരഞ്ഞോ, എത്രത്തോളം നിന്ദിക്കപ്പെട്ടോ അതിന് തക്കവണ്ണമല്ല ഒരു മോനെ കൊടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു വീട് തരുവാണെങ്കിൽ, നിങ്ങൾക്കൊരു മകനെ തരുവാണെങ്കിൽ, നിങ്ങൾക്കൊരു ജോലി തരുവാണെങ്കിൽ, നിങ്ങൾക്കൊരു ശുശ്രൂഷ തരുവാണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരുവാണെങ്കിൽ, എഴുതി വച്ചിരിക്കുന്ന ഒരു കടലാസ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ തരുമായിരിക്കുകയല്ല. നിങ്ങളുടെ പിന്നാമ്പുറങ്ങൾ അറിയാവുന്ന ദൈവം സഹിച്ചതിനും നിന്ദിക്കപ്പെട്ടതിനും ഒതുക്കപ്പെട്ടതിനും തക്കവണ്ണം തരാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നമുക്ക് ആഴമായിട്ട് വചനത്തെ വിശ്വസിക്കാം. എന്നിട്ട് ഈ സന്ദേശം കേൾക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10,000-കണക്കിന് ആളുകളാണല്ലോ. തമ്മിൽ കാണുന്നില്ല, തമ്മിൽ അറിയുന്നില്ല. പക്ഷേ ഈ വാക്യം വെച്ച് നമ്മളെ ഒന്ന് വിലയിരുത്തണം. വെറുതെ പോയി വഴക്കുണ്ടാക്കിയവരെക്കുറിച്ചല്ല പറയുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചും കരഞ്ഞും നിലവിളിച്ചും ഇരുന്നിട്ട് അതിന് ഇതുവരെയും തക്കവണ്ണം ഒരു മറുപടി കിട്ടിയിട്ടില്ല. ജീവിച്ചതിന് തക്കവണ്ണം, പ്രാർത്ഥിച്ചതിന് തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി നിന്നതിന് തക്കവണ്ണം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതിന് തക്കവണ്ണം, നീ ക്ലേശിച്ചതിന് തക്കവണ്ണം,
പീഡിപ്പിക്കപ്പെട്ടതിന് തക്കവണ്ണം, അത് എത്ര കൊല്ലമാണോ, സംവത്സരങ്ങൾ എത്രയാണോ, അതിന് തക്കവണ്ണമുള്ളൊരു പാക്കേജ് ആയിരിക്കും ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ഇസ്രായേൽ മക്കൾ 400 ചില്ലാൻ വർഷം പീഡിപ്പിക്കപ്പെട്ടു. അതിന് തക്കവണ്ണമുള്ളൊരു ഭൂമിയല്ല ദൈവം കൊടുത്തത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ദേശം, പാലും തേനും ഒഴുകും ദേശം, എവിടെയെങ്കിലും പുറമ്പോക്കല്ലല്ലോ കൊടുത്തത്. അപ്പോൾ കഷ്ടങ്ങൾ അധികമാണെങ്കിൽ, ക്ലേശങ്ങൾ അധികമാണെങ്കിൽ, പീഡകൾ അധികമാണെങ്കിൽ, നീ സഹിച്ച ദിവസങ്ങളും സംവത്സരങ്ങളും ഏറെയാണെങ്കിൽ അതിന് തക്കവണ്ണമായിരിക്കും സ്വർഗം സന്തോഷിപ്പിക്കുന്നത്. ഈ സംവത്സരം പീഡിപ്പിക്കപ്പെടുന്ന സംവത്സരമാകരുത്. പീഡിപ്പിക്കപ്പെട്ട സംവത്സരങ്ങൾക്ക് തക്കവണ്ണം സന്തോഷം കിട്ടുന്ന സംവത്സരമാകാൻ ഈ വർഷാരംഭ ദിവസങ്ങളിൽ വീണ്ടും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളത് മനസ്സിൽ കരുതുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഒത്തിരി പേർ ഏറെ ക്ലേശവും കഷ്ടവും സഹിക്കുന്നവരാണ്, ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടവർ. അതിന് തക്കവണ്ണം ദൈവവരെ അനുഗ്രഹിക്കണം. കർത്താവ് കൂടെ ഇരിക്കണം, കൃപയിൽ താങ്ങണം, സ്വർഗം മാനിക്കണം. എല്ലാ നന്മകൾക്കും നന്ദി. ഞാൻ ഒന്നോടെ ആ വാക്യം ഹൃദയത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നാഥ, ഒരൊത്തിരി ക്ലേശം സഹിച്ചവരുണ്ട്. സ്വന്തം വീട്ടിൽ കരുതേണ്ടവരുടെ കയ്യിലിരുന്ന് ഞെരുങ്ങിയവരുണ്ട്, ഒതുങ്ങിയവരുണ്ട്. അവർ ക്ലേശിച്ചതിന് തക്കവണ്ണം വർഷങ്ങളായി മാനസികവും ഗാർഹികവുമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആ പീഡ സഹിച്ചതിന് തക്കവണ്ണം അവരെ സന്തോഷിപ്പിക്കണം. കർത്താവ് ഇത് ചെയ്യും. വചനത്തിലാണ് ഞാനിത് കണ്ടത്. വചനം സത്യമാണ്. വചനം പറയുന്നത് പോലെ ദൈവം ചെയ്യും. ഞങ്ങളതിനായി കാത്തിരിക്കും. ഈ സംവത്സരം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന സംവത്സരമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.